എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ സൈക്കിട്ട് ലേൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷനെ കുറിച്ചുള്ള 4ാമത്തെ സെഷനാണിത്. അതുപോലെ തന്നെ സൈക്കിട്ട് ലേണിനെ കുറിച്ചും ഇതിനു മുന്നേ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്യാന്നുള്ള ചെറിയ ജോലിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം പ്രോബ്ലം പൈത്തൺ ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്തതെങ്കിൽ സെയിം പ്രോബ്ലം നമ്മൾ സൈക്കിട്ട് ലേൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടപ്പെട്ട ലൈബ്രറീസ് എല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുവിധം എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള ലൈബ്രറീസ് ആണ്. മാറ്റ്പ്ലോട്ലിബ്, numpy, നമ്മൾ OS ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ pandas. ഇതെല്ലാം നമ്മൾ മുന്നേ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സും നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഫീച്ചർ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടേണ്ട ആള് ഈ ഒരു പാർട്ടാണ്, ലോജിസ്റ്റിക് റിഗ്രഷൻ. ആ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റ റീഡ് ചെയ്യുന്നു. പാണ്ടാസ് ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നു. അതിന്റെ ഷേപ്പ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഡാറ്റയെ നമ്മൾ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ ഉപയോഗിച്ച അതേ കോഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ്പ്ലോട്ലിബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എക്സാം സ്കോറിന്റെ ഡീറ്റെയിൽസ് 2D ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. ഇതിൽ തന്നെ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നതാണ് അഡ്മിറ്റഡ് കേസ്, ബ്ലൂ കളറിൽ കാണുന്നതാണ് നോട്ട് അഡ്മിറ്റഡ് കേസ്. ഡാറ്റ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ 5 സാമ്പിൾസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പ്രിന്റ് ചെയ്തു എന്നുള്ളതുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫീച്ചർ സ്കെയിലിംഗ് ആണ്. ഇത് മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമായതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവിടെ പുതിയതായിട്ട് നമുക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. ലീനിയർ റിഗ്രഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ഇതിന്റെ ഉള്ളിൽ പ്രധാനമായിട്ടും നമ്മൾ 2 ആൾക്കാരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഹെൽപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. സൈക്കിട്ട് ലേണിന്റെ തന്നെ ഹെൽപ്പിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ക്ലാസ് ആണ്. ഇതിന്റെ ഉള്ളിലേക്ക് വിളിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഡീഫോൾട്ട് ആയിട്ട് എടുത്തോളൂ എന്നുള്ളതാണ് അർത്ഥം. പ്രധാനമായിട്ടും നമ്മൾ 2 ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ മൾട്ടി ക്ലാസ്, ഒന്ന് സോൾവർ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മൾ ഈ പാരാമീറ്റേഴ്സിൽ പോകുന്നു. അതിൽ നിങ്ങൾക്ക് സോൾവർ കാണാം. പ്രധാനമായിട്ടും സോൾവർ പറയുന്നത് ഏത് അൽഗോരിതം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഒപ്റ്റിമൈസേഷനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഇത്തരം അൽഗോരിതത്തിനെ കുറിച്ച് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഓരോ അൽഗോരിതത്തിന്റെയും ഡിഫറൻസ് എന്താണെന്നും അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നും ഇപ്പൊ നമുക്കറിയില്ല. നമ്മുടെ കോഴ്സിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ തൽക്കാലം ആ ഭാഗം ഒന്ന് വിടുക. രണ്ടാമത് നമ്മൾ നോക്കുന്നത് മൾട്ടി ക്ലാസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3 ഓപ്ഷൻസ് ആണുള്ളത്: ഓട്ടോ, OVR, മൾട്ടിനോമിയൽ. ഡിഫോൾട്ട് ഓട്ടോ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് മൾട്ടിനോമിയൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് OVR? OVR കൂടുതൽ ഉപയോഗിക്കുന്നത് ബൈനറി പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ OVR ഉപയോഗിച്ചൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും OVR ഉപയോഗിക്കാം. ഡാറ്റ ബൈനറി ആണെങ്കിൽ മൾട്ടിനോമിയൽ ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് തന്നെ ഹെൽപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മൾട്ടിനോമിയൽ ഉപയോഗിക്കാറ്. കാരണം ഞാൻ ഡിഫോൾട്ട് ആയിട്ട് മൾട്ടിനോമിയൽ അങ്ങ് സെറ്റ് ചെയ്തേക്കും. അത് ബൈനറി ആണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പർട്ടിക്കുലർ സംഭവം അങ്ങ് എടുത്തോളും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മൾട്ടിനോമിയൽ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ടതുണ്ട്. സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ഡീറ്റെയിലിംഗ് ആവശ്യമാണ്. ഇത് കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലം നമ്മൾ അത്ര കോംപ്ലക്സിറ്റിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ചെറിയൊരു ധാരണ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റയെ ഫിറ്റ് ചെയ്യുന്നു. സൈക്കിട്ട് ലേണിലെ മെത്തേഡുകൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് കോസ്റ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഡിസെന്റോ ഒന്നും മാനുവലി നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലെ ചെയ്യേണ്ടതായിട്ടില്ല. സൈക്കിട്ട് ലേൺ അതെല്ലാം കൈകാര്യം ചെയ്തോളും. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്ലാസ് ഏതാന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചറിയാം, ഇതേ ഡാറ്റ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് പൈത്തൺ വെച്ച് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് 0.75 പ്രഡിക്ഷൻ 1 ആയിരുന്നു. ഇവിടെ നിങ്ങളുടെ ക്ലാസ് 1 ആണ്. പിന്നീട് നിങ്ങൾ അതിന്റെ സ്കോർ കാണുന്നു 89. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ആക്യുറസി എത്രയാണ്. ഈ സൈക്കിട്ട് ലേൺ തന്നെ നിങ്ങൾക്ക് ആക്യുറസി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കിട്ട് ലേണിന്റെ മെട്രിക്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ആ മെട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ഡാറ്റ ആവശ്യമാണ്. ഒന്ന് നിങ്ങളുടെ ഒറിജിനൽ ടാർഗറ്റ്, 2 നിങ്ങളുടെ പ്രഡിക്ഷൻ. ആ പ്രഡിക്ഷൻ ഡാറ്റയാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആക്യുറസി ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്ത് എടുക്കുന്നത്.
കൃത്യമായിട്ട് തന്നെ കാണാം ആക്യുറസി 89 ആണ്. കഴിഞ്ഞ പ്രാവശ്യം പൈത്തൺ ഉപയോഗിച്ച് ചെയ്തപ്പോഴും നമ്മുടെ ആക്യുറസി 89 ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ scikit-learn ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോജിസ്റ്റിക് റിഗ്രഷൻ പ്രോബ്ലം ചെയ്യാന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ലീനിയർ റിഗ്രഷൻ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്, എല്ലാ സ്റ്റെപ്പും സെയിം. അൽഗോരിതം ഏതാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മൾട്ടി ക്ലാസ് ഏതാണെന്നും ഒന്ന് ശ്രദ്ധിച്ച് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രേ വ്യത്യാസമുള്ളൂ. ഇനി വരുന്ന സെഷനിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത് മെട്രിക്സ് ഇവാലുവേഷൻ ആണ്. എങ്ങനെ ആക്യുറസി കൂട്ടാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഞാൻ വരുന്ന സെഷനിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നതും അതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ML learning.